ഹലോ ഫ്രണ്ട്സ്, PC ഹിൻസ് ആൻഡ് ടോപ്പിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ സെപ്റ്റംബർ 28 LDCയുടെ 5ാം ഘട്ട പരീക്ഷ നടക്കുകയാണ് അല്ലേ. അപ്പോൾ അതിലേക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ആനുകാലിക ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോയാലോ? നമുക്ക് നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല അതെല്ലാവർക്കും അറിയാം. നേരത്തെ പാലക്കാടായിരുന്നു, ഇപ്പോൾ അത് മാറ്റി ഇപ്പോൾ ഇടുക്കിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല എന്ന് പറയുന്നത് ഇടുക്കിയാണ്. അടുത്തത്, ലോ ഓഫ് ഇനേർഷ്യ എന്നറിയപ്പെടുന്ന ന്യൂട്ടൻ്റെ ചലന നിയമം ഏത്? ഇത് ചോദിച്ചാണ്, കഴിഞ്ഞ PSCക്ക് ചോദിച്ചായിരുന്നു. ഒന്നാം ചലന നിയമം. ലോ ഓഫ് ഇനേർഷ്യ എന്നറിയപ്പെടുന്ന ന്യൂട്ടൻ്റെ ചലന നിയമമാണ് ഒന്നാം ചലന നിയമം. ഇനി ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ പ്രവർത്തന തത്വം എന്താണ്? ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ പ്രവർത്തന തത്വമാണ് പാസ്കൽസ് നിയമം. എന്താണ്? പാസ്കൽസ് നിയമമാണ് ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ പ്രവർത്തന തത്വം എന്നറിയപ്പെടുന്ന പാസ്കൽസ് നിയമമാണ്. മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം ഏത്? മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന പ്രാദേശികവാദമാണ് ചിനൂക്ക്. എന്താണ്? ചിനൂക്ക്. മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം ഏതാണ്? ചിനൂക്ക്. ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയാണ്, അതെല്ലാവർക്കും അറിയാം, കഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ്? കഴ്സൺ പ്രഭു. അടുത്ത ക്വസ്റ്റ്യൻ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏത്? ഇത് രണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയും അതുപോലെ തന്നെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമമാണ് റൗലറ്റ് ആക്ട്. ഏതാണ്? റൗലറ്റ് ആക്ട് ആണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായിട്ടുള്ള നിയമം. ഏതാണ്? റൗലറ്റ് ആക്ട്. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാലിയൻ വാലാബാഗ് അടിത്തറ ഇളക്കി. ഇത് ആരുടെ വാക്കുകളാണ്? ഇത് മഹാത്മാഗാന്ധിജിയുടെ വാക്കുകളാണ്. ആരുടെ വാക്കുകളാണ്? മഹാത്മാഗാന്ധിജിയുടെ വാക്കുകളാണ്. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാലിയൻ വാലാബാഗ് അതിൻ്റെ അടിത്തറ ഇളക്കി. ഇത് മഹാത്മാഗാന്ധിജിയുടെ വാക്കുകളാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം, അത് 1929 ലാഹോർ സമ്മേളനമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1929 ലാഹോർ സമ്മേളനമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 1947 ഐക്യ കേരള കൺവെൻഷൻ നടന്നത് എവിടെയാണ്? 1947 ഐക്യ കേരള കൺവെൻഷൻ നടന്നത് തൃശ്ശൂരാണ്. എവിടെയാണ്? തൃശ്ശൂരാണ്. ഐക്യ കേരള കൺവെൻഷൻ നടന്നത് എവിടെയാണ്? 1947 തൃശ്ശൂർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ്? ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നതാണ് രാഷ്ട്രപതി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, INCയുടെ പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോട്ട് ചെയ്യുക. INCയുടെ പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വനിതയാണ് സരോജിനി നായിഡു. INCയുടെ പ്രസിഡൻ്റായ ഇന്ത്യൻ വനിത ആരാ ചോദിച്ചാൽ ആരാണ്? സരോജിനി നായിഡു. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19 ഉൾക്കൊള്ളുന്ന അവകാശം. അപ്പോൾ ഈ അനുച്ഛേദം, ഭാഗം, ആർട്ടിക്കിൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, മൗലിക അവകാശങ്ങൾ, മൗലിക കടമകൾ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, അതെല്ലാവർക്കും അറിയാം. അപ്പോൾ നോക്കുക, ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം 19 ഉൾക്കൊള്ളുന്ന അവകാശം ഏതാണ്? അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19 ഉൾക്കൊള്ളുന്ന അവകാശം ഏതാണ്? അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് അനുച്ഛേദം 19 ഉൾക്കൊള്ളുന്ന അവകാശം. അടുത്ത ക്വസ്റ്റ്യൻ, സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യനാണ്. 44ാം ഭരണഘടനാ ഭേദഗതികളൊക്കെ ചോദിക്കേണ്ട. സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെ? 44ആണ് ആ ഭരണഘടനാ ഭേദഗതി. 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എന്ത് മാറ്റിയത്? സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തിട്ടുള്ളത്. അപ്പോൾ മൗലികാവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് ഏത് രാജ്യത്തിൻ്റെ ഭരണത്തിൽ നിന്ന്? അത് അമേരിക്ക. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. മൗലികാവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നുമാണ്? അമേരിക്ക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മൗലിക കടമകളെക്കുറിച്ച് ശുപാർശകൾ നൽകുന്നതിനായിട്ട് 1976 കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റിയാണ് സ്വരൻ സിംഗ് കമ്മിറ്റി. എന്താണ്? മൗലിക കടമകളെക്കുറിച്ച് ശുപാർശകൾ നൽകുന്നതിനായി 1976 കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റിയാണ് സ്വരൻ സിംഗ് കമ്മിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികൾ. അത് ചോദിക്കും, ഇമ്പോർട്ടൻ്റ് ആണ്. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ് എന്ത് സമാജം? സമത്വ സമാജം എന്ന സംഘടന രൂപീകരിച്ചത്, അല്ലെങ്കിൽ സംഘടന സ്ഥാപിച്ചത്. സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ. അടുത്ത ക്വസ്റ്റ്യൻ,
ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. അത് ഈ സംഘടിത കലാപം എന്ന് കേട്ടാൽ തന്നെ ഉത്തരവെഴുതുക ആറ്റിങ്ങൽ കലാപമാണ്. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായിട്ട് കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം എന്ന് കേട്ടാൽ തന്നെ ആറ്റിങ്ങൽ കലാപമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവായ കേരള മുഖ്യമന്ത്രി, അതായത് 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവായ കേരള മുഖ്യമന്ത്രിയാണ് EMS നമ്പൂതിരിപ്പാട്. ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ് ആ മുഖ്യമന്ത്രി. 1.25 കോടി മലയാളികൾ എന്ന ആ കൃതിയുടെ കർത്താവായ കേരള മുഖ്യമന്ത്രിയാണ് EMS നമ്പൂതിരിപ്പാട്. 1717 തിരുവിതാംകൂറിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസ സൗജന്യമുഖ്യ ഭരണാധികാരിയാണ് ഗൗരി പാർവതിബായ്. ആരാണ്? ഗൗരി പാർവതിബായ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏതാണ്? കണ്ണൂരാണ്. ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏതാണ്? കണ്ണൂരാണ്. അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സൈനിക സഖ്യമായ അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതല്ല? രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സൈനിക സഖ്യമായ അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ട രാജ്യമാണ് ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. ഏതൊക്കെയാണ്? ജർമ്മനി, ഇറ്റലി, ജപ്പാനാണ് ആ 3 സൈനിക സഖ്യ രാജ്യങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് രാജ്യത്തെ നടപ്പാക്കിയ ദേശീയ ആസൂത്രണത്തിൻ്റെ മാതൃകയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ സ്വീകരിച്ചത്? ഏത് രാജ്യത്ത് നടപ്പാക്കിയ ദേശീയ ആസൂത്രണത്തിൻ്റെ മാതൃകയാണ് സോവിയറ്റ് യൂണിയൻ്റെ. ഏത് രാജ്യത്തിൻ്റെ? സോവിയറ്റ് യൂണിയൻ്റെ മാതൃകയാണ്. ഏത് രാജ്യത്ത് നടപ്പാക്കിയ ദേശീയ ആസൂത്രണത്തിൻ്റെ മാതൃകയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ സ്വീകരിച്ചിരിക്കുന്നത്? സോവിയറ്റ് യൂണിയൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് ചെയ്യാൻ മറക്കരുത്. മാത്രമല്ല തൊട്ടടുത്ത് നിന്ന് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭ്യമാകുക.